ഡൽഹിയിൽ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടി, അതായത് ആപ്പ്, തോറ്റിരിക്കുന്നു. അതിൻ്റെ നേതാവ് കേജ്രിവാൾ തോറ്റിരിക്കുന്നു. അതോടൊപ്പം ആപ്പിലെ പല പ്രമുഖ നേതാക്കളും ഇലക്ഷനിൽ തോറ്റിരിക്കുന്നു. ഒരു ഇലക്ഷൻ നിരീക്ഷണമല്ല, ഇലക്ഷൻ്റെ റിസൾട്ട് വിലയിരുത്തുകയല്ല, എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടി തോറ്റു എന്ന കാര്യം ചർച്ച ചെയ്യുകയല്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് BJP ജയിച്ചു എന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ഒരു എപ്പിസോഡല്ല ഇത്. മറിച്ച് ആം ആദ്മി പാർട്ടിയുടെ, ആപ്പിൻ്റെ തോൽവിയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. വിജയത്തേക്കാൾ കൂടുതൽ തോൽവികളുടെ പ്രത്യേകത എന്നുള്ളത് ദാറ്റ് ടീച്ചസ് us വെരി ഇമ്പോർട്ടൻറ്റ് ലെസൺസ്. നമ്മുടെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരാൻ പല തോൽവികളും നല്ല രീതിയിലുള്ള പാഠങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ ഒരു കാര്യവും തീർച്ചയായിട്ടും വിഭിന്നമല്ല. ആപ്പിൻ്റെ തോൽവി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള തോൽവികൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ പല വിലമതിക്കുന്ന പാഠങ്ങളും പഠിക്കാൻ പറ്റും. അത് കരിയറായാലും ബിസിനസ്സായാലും ഇൻഡിവിജ്വൽ വെഞ്ചേഴ്സ് അണ്ടർടേക്ക് ചെയ്യുന്നതിലും എല്ലാത്തിലും ഈ കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ദ ഓൺലി തിങ് ഈസ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് എവിടെയാണ് ആപ്പിന് തെറ്റിയത്. സോ ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് ഈ ഒരു എപ്പിസോഡിൽ കൂടി. അതിൽ ആദ്യത്തേത് അഡാപ്റ്റബിലിറ്റിയും ഇന്നൊവേഷനുമാണ്. നമുക്കറിയാം UPA 2യുടെ സമയമാണെന്ന് തോന്നുന്നു. അന്ന ഹസാരെയും ഒരു പറ്റം ലീഡേഴ്സും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസും ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ കൂടിയാണ് ആപ്പിലെ പല നേതാക്കളും കേജ്രിവാളുമൊക്കെ മീഡിയ അറ്റൻഷൻ നേടുകയും മുൻനിരയിൽ വരികയും രാഷ്ട്രീയമായി പാർട്ടി കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുള്ളത്. സോ അവർക്ക് അവരുടേതായ പല രീതിയിലുള്ള ഐഡിയോളജിയും ഉണ്ടായിരുന്നു. അഴിമതി വിമുക്ത അല്ലെങ്കിൽ സമൂഹത്തെ രാഷ്ട്രീയ മുൻനിരയിൽ കാര്യമായി മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉള്ള ഒരു മൂവ്മെൻ്റ് ആയിട്ടാണ് അവർ ആ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചതും ആപ്പ് കൊണ്ടുവന്നിട്ടുള്ളതും. സോ തീർച്ചയായിട്ടും ആപ്പിൻ്റെ ആദ്യകാല വിജയം എന്നുള്ളത് ഈ രീതിയിലുള്ള ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഒരു അഡാപ്റ്റബിൾ ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഐഡിയോളജി കൊണ്ടുവരുന്നതിൽ കൂടി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിലുണ്ടായിരുന്ന എക്സിസ്റ്റ് ചെയ്തിരുന്ന കൺവെൻഷണൽ ആയിട്ടുള്ള പല രാഷ്ട്രീയ പാർട്ടികളെയും ജനങ്ങൾ തള്ളി, പ്രത്യേകിച്ച് ഡൽഹിയിലെ ജനങ്ങൾ. എന്നിട്ട് ആപ്പിന് അവരുടെ ഭരണം നൽകി എന്നുള്ളതാണ്. സോ അഡാപ്റ്റബിലിറ്റി ആൻഡ് ഇന്നൊവേഷൻ എന്നുള്ളത് അവിടെ നിന്നില്ല. തുടർന്ന് ആപ്പ് എത്ര വർഷം മുന്നോട്ട് ഭരിച്ചോ അതിനനുസരിച്ച് അവർ മാറ്റങ്ങൾ ഉൾക്കൊണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം പുതിയ കാര്യങ്ങൾ അവരുടെ മൂവ്മെൻറ്റിൽ കൊണ്ടുവന്നു എന്ന് അളന്നപ്പോൾ ജനം മനസ്സിലാക്കിയത് ചിലപ്പോൾ മറിച്ചായിരിക്കാം. ഇന്നൊവേഷൻ, അഡാപ്റ്റബിലിറ്റി അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള വിപ്ലവം കൊണ്ടുവന്ന ഒരു മൂവ്മെൻറ്റ് അത് രാഷ്ട്രീയ പാർട്ടി ആയപ്പോൾ തുടർന്നുള്ള സമയത്ത് ആ രീതിയിലുള്ള ഇന്നൊവേഷനോ അഡാപ്റ്റബിലിറ്റിയോ കൊണ്ടുവരാൻ പറ്റിയില്ല. വലിയ മാറ്റങ്ങൾ പറഞ്ഞ് വിളമ്പി മുന്നോട്ട് വന്ന ഒരു മൂവ്മെൻറ്റ് മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയെ പോലെ തന്നെ സിസ്റ്റത്തിൻ്റെ ഭാഗമാകാൻ ശ്രമിച്ചു. പല മാറ്റങ്ങളുടെ മുമ്പിലും കണ്ണടച്ചു. അവരുടേതായ കൺവീനിയൻ്റായ സ്റ്റാൻഡ് ഉൾക്കൊണ്ടു എന്നൊക്കെയുള്ളതും തീർച്ചയായിട്ടും ആപ്പിൻ്റെ ആ ഒരു തോൽവിക്ക് കാരണമായി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ വാട്ട് ഇറ്റ് ടീച്ചസ് അസ്, തീർച്ചയായിട്ടും അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മാറ്റങ്ങൾ ഇനീഷ്യൽ ലെവലിൽ കൊണ്ടുവരാം, പക്ഷെ അത് നിലനിർത്തിക്കൊണ്ടു പോവുക എന്നുള്ളത് വലിയൊരു ചാലഞ്ച് തന്നെയാണ്. അതിന് അതിൻ്റേതായ പല കാര്യങ്ങളും ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. മാറ്റം ആദ്യം പറയുകയല്ല, മറിച്ച് അത് ഉൾക്കൊണ്ട് മുന്നോട്ട് അതേ ഫയർ ഉൾക്കൊണ്ട് കൊണ്ടുപോവുക എന്നുള്ളതിലാണ് കാര്യം. രണ്ടാമത്തത് ക്രെഡിബിലിറ്റിയും ട്രസ്റ്റുമാണ്. നമുക്കറിയാം ആപ്പ് വന്നപ്പോൾ പല രീതിയിലുള്ള USPസും അതിനുണ്ടായിരുന്നു. അതിൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം തന്നെ ചൂലായിരുന്നു, ബ്രൂമായിരുന്നു. അത് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ്. സോ അത് ഉയർത്തിപ്പിടിച്ച് ആപ്പിലെ നേതാക്കളും അതിലെ അണികളും സപ്പോർട്ടേഴ്സും ഒക്കെ പറഞ്ഞത് സമൂഹത്തിൽ രാഷ്ട്രീയ കക്ഷികളിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അറേനയിൽ കാര്യമായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരും, ഒരു ക്ലിൻസിങ് കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ
വർഷങ്ങൾ പിന്നോട്ട് വന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടുവരുന്നത് ആപ്പിലെ പല നേതാക്കളെയും BJP എന്ന പാർട്ടിയും അല്ലെങ്കിൽ അത് മുന്നോട്ട് നയിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ്റും ആപ്പിലെ പല നേതാക്കളെയും അകത്തിട്ട് പൂട്ടുന്നതാണ്. സോ അഴിമതിക്കെതിരെ വന്ന നേതാക്കൾ അഴിമതി ആരോപണത്തിന് വിധേയമായി ജയിലിൽ പോകേണ്ടി വന്ന അവസ്ഥ അത് ജനങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നപ്പോൾ മീഡിയ വെച്ച് മാക്സിമം കവർ ചെയ്തപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ആ ക്രെഡിബിലിറ്റി, ട്രസ്റ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. എത്രത്തോളം അത് ശരിയാണ് എന്നുള്ളത് ഇസ് എ ഡിഫറെൻറ്റ് ടോപ്പിക്. പക്ഷേ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ BJPക്കും സെൻട്രൽ ഗവൺമെൻറ്റിനും പറ്റി എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും ആപ്പിന് ജനങ്ങളുടെ മുമ്പിൽ അതിൻ്റെ ക്രെഡിബിലിറ്റിയും ട്രസ്റ്റും നഷ്ടപ്പെടാൻ ഉണ്ടായ കാര്യം. സോ നമുക്കുള്ള പാഠം എന്താണ്? ഇഫ് വി ആർ സ്റ്റാൻഡിങ് ഫോർ എ വാല്യൂ, അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. നാം ഏത് കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ USPs മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിലും അതിൻ്റെ ക്രെഡിബിലിറ്റിയും ട്രസ്റ്റും അത് കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ അതിലേക്ക് വെള്ളം ചേർക്കുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക. ആ വാല്യൂ നഷ്ടപ്പെട്ടാൽ പിന്നീട് നമ്മുടെ എക്സിസ്റ്റൻസിന് തന്നെ വലിയൊരു ചോദ്യചിഹ്നം വരും എന്നുള്ളതാണ്. മൂന്നാമത്തത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനും മെസ്സേജിങ്ങുമാണ്. ആപ്പിൻ്റെ കാര്യത്തിൽ തുടക്കത്തിലൊക്കെ ചൂല് പിടിച്ച് നേതാക്കളും അണികളും സപ്പോർട്ടേഴ്സും ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവർ കൊണ്ടുവന്ന പല രീതിയിലുള്ള സന്ദേശങ്ങളും മെസ്സേജസും ഉണ്ടായിരുന്നു. മെയിനായിട്ടും നേരത്തെ പറഞ്ഞ പോലെ അഴിമതി രഹിത ഒരു സമൂഹം ബിൽഡ് ചെയ്യുക, പ്രോഗ്രസീവായ ഒരു സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കുക, ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ നൽകാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് എന്നൊക്കെ രീതിയിലായിരുന്നു. പക്ഷേ ആ കമ്മ്യൂണിക്കേഷൻ്റെ മുന അല്ലെങ്കിൽ അതിൻ്റെ മൂർച്ച എന്നുള്ളത് 2 ടേംസ്, അതായത് ഏകദേശം 10 വർഷം ഡൽഹി ഭരിച്ചപ്പോൾ പലപ്പോഴായി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. സോ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും സക്സസ് എന്നുള്ളത് അതിൻ്റെ ഐഡിയോളജി മാത്രമല്ല, മറിച്ച് ആ ഐഡിയോളജി അത് ജനങ്ങളിലേക്ക് എങ്ങനെ തുറന്നു കാണിക്കുന്നു എന്നുള്ളതാണ്. അതായത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിനും പലപ്പോഴും തെറ്റിയത് അവിടെ തന്നെയാണ്. അവരുടെ ഐഡിയോളജി എത്ര സ്ട്രോങ് ആയി പിടിക്കുന്നെങ്കിലും അത് ജനങ്ങൾക്ക് ആ ഐഡിയോളജിയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് തോൽവി തന്നെയാണ്. BJPയുടെ കാര്യത്തിൽ വലിയൊരു വിജയമായി അവർ തുറന്നു കാട്ടുന്നതും ഇത് തന്നെയാണ്. സോ BJP സെൻട്രൽ ഗവൺമെൻറ് നേടിയപ്പോൾ 2014 മുതൽ അവർ ചെയ്തത് മീഡിയയിൽ കൺട്രോൾ നേടുക എന്നുള്ളതാണ്. ബിക്കോസ് കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവർ അത് മനസ്സിലാക്കി. സോ അതുവഴിയുള്ള മെസ്സേജിങ്ങും അവർ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. പല രീതിയിലുള്ള നരേറ്റീവ്സ് സൃഷ്ടിക്കാനും ഈ മീഡിയ ഉപയോഗിച്ചു, കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോംസും ഉപയോഗിച്ചു. സോ നമുക്കുള്ള പാഠം എന്താണ് ഇവിടെ? ഇഫ് വി വാണ്ട് ടു ബിൽഡ് എ സ്ട്രോങ് പേഴ്സണൽ ബ്രാൻഡ് അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ നമ്മളുടേതായ കരിയർ പ്ലാറ്റ്ഫോംസ്, പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും മെസ്സേജിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കലാണ്. നാലാമത്തതാണ് അക്കൗണ്ടബിലിറ്റിയും ഓണർഷിപ്പും. നമുക്കറിയാം ആപ്പ് ഡൽഹി ഇലക്ഷൻ തോറ്റപ്പോൾ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് തന്നെ അവർ മനസ്സിലാക്കിയെടുത്ത പല കാര്യങ്ങൾ കൂടിയാകാം. ഒരു തോൽവി ചിലപ്പോൾ അവർ മണത്തിട്ടുണ്ടാകാം. പക്ഷേ അതിൻ്റെ തോൽവി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ EVMഉം ഇലക്ഷൻ കമ്മീഷൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യുന്ന പ്രൊസീജിയേഴ്സിലെ പാകപ്പിഴവുകളും അങ്ങനെ പല കാര്യങ്ങളും ഉയർത്തിക്കാട്ടി ആപ്പ് തോൽക്കുകയാണെങ്കിൽ തന്നെ തോൽവിയുടെ കാരണം ആപ്പല്ല, മറിച്ച് അത് BJP കൊണ്ടുവരുന്ന പല രീതിയിലുള്ള ഫോൾട്ടി പ്രാക്ടീസസ് ആണ്, അല്ലെങ്കിൽ സെൻട്രൽ ഏജൻസീസിൽ ഉപയോഗിച്ച് അവർ ചെയ്യുന്ന പല തെറ്റായ കാരണങ്ങൾ കൊണ്ടാണ് എന്ന് പറഞ്ഞ് അക്കൗണ്ടബിലിറ്റിയിൽ നിന്നും ഓണർഷിപ്പിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതാണ്. ശരിക്കും ഇഫ് വി വാണ്ട് ടു ബ്രിങ് എ ചേഞ്ച് അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഇംപ്രൂവ്മെൻറ്റ് നമ്മളിൽ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പാകപ്പിഴവുകൾ, നമ്മുടെ തെറ്റുകൾ അല്ലെങ്കിൽ നാം ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. സോ അങ്ങനെ അംഗീകരിക്കുന്നതിൽ കൂടി നമുക്ക് നമ്മളെ തന്നെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയും സാഹചര്യവും ഒരു ചാൻസും ഓപ്പർച്യൂണിറ്റിയും ലഭിക്കുന്നു. പക്ഷേ അങ്ങനെ ഓണർഷിപ്പ് എടുക്കാൻ താല്പര്യമില്ല, നമുക്ക് നമ്മെ അക്കൗണ്ടബിൾ ആക്കാൻ താല്പര്യമില്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു പോകും.
സോ ആപ്പിൻ്റെ കാര്യത്തിലും ആ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് അവരുടെ കാര്യങ്ങളിൽ, അവരുടെ ഐഡിയോളജിക്കൽ അല്ലെങ്കിൽ അവരുടേതായ പല കാര്യങ്ങളിലും വന്ന ആ ഒരു തെറ്റും അല്ലെങ്കിൽ ആ ഒരു ചെറിയ പാകപ്പിഴവുകളൊക്കെ നിറവേറ്റി നന്നാക്കി ഇംപ്രൂവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ദേ വെയർ ഇൻ ഡിനയൽ മെയിൻലി. ഈവൻ കോൺഗ്രസുമായിട്ടുള്ള അലയൻസ് പോലും അവർ തുറന്ന് നിഷേധിച്ച് മുന്നോട്ട് പോയത് ഇന്ത്യ അലയൻസ് മുന്നണിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങളുടെയും ഫ്യൂച്ചറും തകർത്ത് കളഞ്ഞിട്ടുണ്ട്. സോ ഇതൊക്കെ കാണിക്കുന്നത് ഒരു അക്കൗണ്ടബിലിറ്റി ലാപ്സ് അല്ലെങ്കിൽ ഓണർഷിപ്പ് എടുക്കാനുള്ള ആപ്പിൻ്റെ കഴിവില്ലായ്മ തന്നെയാണ്. സോ ഇഫ് യു വാണ്ട് ടു ഇംപ്രൂവ്, ട്രൈ ടു ടേക്ക് അക്കൗണ്ടബിലിറ്റി, ഓണർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ വിജയിക്കുകയാണെങ്കിലും തോൽക്കുകയാണെങ്കിലും. അഞ്ചാമത്തത് സ്ട്രാറ്റജിക് അലയൻസ്, അതോടൊപ്പം ടീം കോഹിഷനാണ്. നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. ഇന്ത്യ മുന്നണിയിലെ പല രാഷ്ട്രീയ കക്ഷികളും ഡൽഹി എലക്ഷനിൽ, അതായത് കഴിഞ്ഞ ഡൽഹി എലക്ഷനിൽ അവരുടേതായ പാർട്ടിയുമായി ബന്ധപ്പെട്ട് സീറ്റ് നൽകി ആപ്പിനെതിരെയും മത്സരിച്ചു. സോ ഒരു അലയൻസ് ബിൽഡ് ചെയ്ത് ഒന്നിച്ച് BJPക്കെതിരെ എലക്ഷൻ കോണ്ടെക്സ്റ്റ് ചെയ്യുന്നതിന് പകരം എല്ലാവരും പരസ്പരം മത്സരിച്ച് തോറ്റു എന്ന് നമുക്കും വായിച്ചെടുക്കാൻ പറ്റും. സോ ഇഫ് യു വാണ്ട് ടു ബ്രിങ് എ സക്സസ്, കോമ്പറ്റീഷനേക്കാളും കൊളാബറേഷനാണ് നല്ലത്. ആ കാര്യം എപ്പോഴും മനസ്സിലാക്കുന്നത് നല്ലതാണ്. എല്ലാ ബിസിനസ് മേഖലയിലും കരിയറിലും കോമ്പറ്റീഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു സ്ട്രോങ് കോമ്പറ്റീറ്ററാണ് നമ്മെയും സ്ട്രോങ് ആക്കി മാറ്റുന്നത്. പക്ഷേ കോമ്പറ്റീഷനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പാർട്ട്നേഴ്സ് എന്നുള്ളത്, അലയൻസ് എന്നുള്ളത്. നല്ല രീതിയിലുള്ള പാർട്ട്ണർഷിപ്സും അലയൻസ് ബിൽഡിങ്ങും ഒക്കെ നമ്മുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കേണ്ടതാണ്. സോ ഇവിടെ ആപ്പിന് തെറ്റിയ വേറൊരു കാര്യം അതാണ്. അതായത് അവരുടെ അലയൻസ് പാർട്ട്നേഴ്സും ഒരു ടീം, സക്സസ്ഫുൾ ടീം ബിൽഡ് ചെയ്യുന്നതിലും വന്ന തെറ്റുകളാണ് അല്ലെങ്കിൽ പാകപ്പിഴവുകളാണ്. ആറാമത്തത് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റും റെസ്പോൺസീവ്നെസ്സുമാണ്. അതായത് ആപ്പ് എന്ന രാഷ്ട്രീയ കക്ഷി 2 ടേംസിൽ, അതായത് 5 വർഷം വെച്ച് 10 വർഷത്തിൽ ആ ഒരു കാലാവധി ഡൽഹി ഭരിച്ചു. ഇറ്റ് ഈസ് ഒബ്വിയസ് ഡൽഹിക്ക് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ പോലെ പൂർണ്ണമായി അധികാരമില്ല. മറിച്ച് അത് ആഭ്യന്തര കാര്യങ്ങളായാലും മറ്റു പല കാര്യങ്ങളിലും സെൻട്രൽ ഗവൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും ആപ്പിന് അതിൻ്റെതായ ഒരു ഡെക്കേഡ് സമയം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒബ്വിയസ്ലി ദേ ഡിഡ് മെനി തിങ്സ്. പക്ഷേ അവർ പറഞ്ഞ പകുതിയിലധികം കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പല രീതിയിലുള്ള ഫ്രീബീസ് നൽകി, പല രീതിയിലുള്ള സൗകര്യങ്ങൾ നൽകി. പക്ഷേ ഡൽഹിയെ മനസ്സിലാക്കുന്ന, കാണുന്ന ആൾക്കാർ ഇന്നും പറയുന്നത് ഡൽഹിയുടെ ആ ഒരു വളർച്ച അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് കാര്യമായി മാറിയിട്ടില്ല എന്നുള്ളതാണ്. സോ ഒരു ജനത്തിന് ഈ കാര്യങ്ങൾ എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. ആപ്പിലെ നേതാക്കൾ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ അവർക്ക് എന്തൊക്കെ നൽകിയെന്ന് തീർച്ചയായിട്ടും വിലയിരുത്തും. BJP പോലെ വെൽ ഓയിൽഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ലീഡ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ്, അവർക്ക് ഡൽഹി ലഭിച്ചാൽ ഡബിൾ എൻജിൻ സർക്കാരാണ്. ഡൽഹിയിലും അവരുടെ സർക്കാർ വരും, അതോടൊപ്പം സെൻട്രൽ ഗവൺമെൻറ്റും BJPയുടേതാണ്. സോ ദേ ക്യാൻ ഡു മെനി തിങ്സ്. സോ ജനം എപ്പോഴും കൂട്ടലും കിഴിക്കലും ഒക്കെ ചെയ്യും. ദേ ഡു ദെയർ ഓൺ കാൽക്കുലേഷൻ. 2 ടേം ആപ്പിന് നൽകി, ഇനി BJPക്ക് നൽകാൻ കൂടുതൽ സാധ്യതയുമുണ്ട്. ആ സമയത്ത് തീർച്ചയായിട്ടും ആപ്പ് ചെയ്യേണ്ടിയിരുന്നത് കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അവരുടെ വർക്കിംഗ് രീതിയിലും അതോടൊപ്പം അവരിലെ വർക്കിങ്ങിൽ ഉണ്ടായ അല്ലെങ്കിൽ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ നികത്തി മാറ്റി ഇംപ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതിയിലുമൊക്കെ. പക്ഷെ അത് അവർ എത്രത്തോളം ചെയ്തു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് ആപ്പിൻ്റെ 2ാമത്തെ ടേമിൽ പല നേതാക്കളും ജയിലിൻ്റെ അകത്ത് പോവുകയും പല നേതാക്കൾക്കെതിരെയും പല രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളും പല കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വന്നപ്പോൾ പുതിയ ഒരു നേതൃനിരയെ വികസിപ്പിച്ചെടുത്ത്
ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട് ഓഫ് ബോക്സ് ഒരു ക്രിയേറ്റീവ് സൊല്യൂഷൻ നൽകുന്നതിന് പകരം എക്സിസ്റ്റ് ചെയ്യുന്ന നേതാക്കൾ തന്നെ അവരുടെ ആ ഒരു ലീഡർഷിപ്പിനെ കുറച്ചും കൂടി വിസ്താരം നൽകാനാണ് ആദ്യമൊക്കെ ശ്രമിച്ചത്. പിന്നീടാണ് നമ്മുടെ കേജ്രിവാൾ പുറത്ത് വന്ന് CM പൊസിഷൻ റിസൈൻ ചെയ്ത് ആതിഷിയെ CM കാൻഡിഡേറ്റ് ആക്കി അല്ലെങ്കിൽ CM ആക്കി മാറ്റിയതൊക്കെ. പക്ഷേ ഈ ഒരു സമയം നഷ്ടപ്പെട്ടു, വലിയൊരു ടൈം ലാപ്സ് അവിടെ സംഭവിച്ചു എന്നാണ് നമുക്ക് ആപ്പിൻ്റെ തോൽവിയിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഒരു സമയം, ആ ഒരു ഗ്യാപ്പ് BJPക്ക് അവരുടേതായ കാൽക്കുലേഷൻ ചെയ്യാനും അവർക്ക് അവരുടെ സക്സസ്ഫുള്ളായ എലക്ഷനിയറിങ് ചെയ്യാനുമുള്ള ഓപ്പർച്യൂണിറ്റി നൽകി. സോ അങ്ങനെ ആപ്പ് തോറ്റു, പക്ഷേ നമുക്ക് വിലയേറിയ പല പാഠങ്ങളും നൽകി. സോ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ കരിയറിൽ ഇഫ് യു വാണ്ട് ടു ബ്രിങ് സക്സസ് അല്ലെങ്കിൽ ഫെയിലിയേഴ്സ് അവോയ്ഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഫെയിലിയേഴ്സിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ താല്പര്യമുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റും അതോടൊപ്പം റെസ്പോൺസീവ്നെസ്സും, അതായത് ഒരു കാര്യം വന്നു ചേർന്നാൽ അതിൽ നിന്ന് നമുക്ക് സക്സസ് നേടാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യുന്നതിൽ കൂടി ഒരു സക്സസ് കൊണ്ടുവരാം എന്ന് മനസ്സിലാക്കി ഒരു റെസ്പോൺസീവായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അല്ലാതെ മൈൻഡ് ചെയ്യാതെ ഞാൻ ചെയ്യുന്ന കാര്യം തുടർന്നും ചെയ്യും, എന്ത് സംഭവിച്ചാലും എൻ്റെ സ്റ്റൈലിൽ ഞാനത് ചെയ്യും, മൈ വേ ഓർ ഹൈവേ എന്നുള്ള ഒരു കാര്യമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന വിജയം അല്ലെങ്കിൽ ആ രീതിയിലുള്ള റിസൾട്ട് എപ്പോഴും ലഭിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. സോ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു വ്ലോഗിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ആപ്പിൻ്റെ ഡൽഹി ഇലക്ഷൻ തോൽവിയും അത് നമുക്ക് നൽകുന്ന പാഠങ്ങളും. സോ അഡാപ്റ്റബിൾ, അതോടൊപ്പം ഇന്നൊവേറ്റീവായി നിൽക്കുക, ക്രെഡിബിലിറ്റി അതോടൊപ്പം ട്രസ്റ്റ് കാത്തു സൂക്ഷിക്കുക, കമ്മ്യൂണിക്കേഷനും മെസ്സേജിങ്ങിനുമുള്ള ആ ഒരു ഇമ്പോർട്ടൻസ്, അക്കൗണ്ടബിൾ ആയിരിക്കുക, ഓണർഷിപ്പ് എപ്പോഴും എടുക്കുക, അലയൻസിനും കോമ്പറ്റീഷനോടൊപ്പം കൊലാബറേഷനും കൂടുതൽ താല്പര്യം കാണിക്കുക, ഒരു നല്ല ടീം ബിൽഡ് ചെയ്യുക, കണ്ടിന്യൂസ് ആയി ഇമ്പ്രൂവ് ചെയ്യുക, അതോടൊപ്പം റെസ്പോൺസീവ് ആയിരിക്കുക എന്നുള്ളത്. നിങ്ങളുടെ താല്പര്യം എന്താണ്? ഈ ഒരു ആപ്പ് എലക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ച പാഠം എന്താണ്? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.